ശ്രീ ജോൺ ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. രാജ്യത്ത് വിറ്റഴിക്കുന്ന അലോപ്പതി മെഡിസിനുകളിൽ 4/1 മെഡിസിനുകൾ നമ്മുടെ സംസ്ഥാനത്താണ് വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ സർ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ കണ്ട കാര്യം, അവിടെ അപകടങ്ങൾ മൂലം, റോഡ് അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണത്തെ കഴിഞ്ഞും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് മരുന്നുകളുടെ അനാവശ്യമായ അശാസ്ത്രീയമായ ഉപയോഗം മൂലമാണെന്ന് അവിടെ കണ്ടെത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പാർശ്വഫലങ്ങൾ, ഡ്രഗ് ഇന്ററാക്ഷന്, ഓവർ ഡോസേജ്, അണ്ടർ ഡോസേജ് ഇവ പരിശോധിച്ച് പേഷ്യന്റ് കൌൺസിലിംഗ് ഉൾപ്പെടെ നടത്തി മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും ശരിയായ മരുന്ന് ശരിയായ അളവില് ശരിയായ സമയത്ത് ശരിയായ രോഗത്തിന് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ക്ലിനിക്കൽ ഫാർമസിസ്റ്റുകളുടെ സേവനം യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ഉൾപ്പെടെ വികസിത രാജ്യങ്ങളിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇന്നത് ലഭ്യമാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കാര്യമായിട്ട് അത് ലഭ്യമാക്കുവാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ക്ലിനിക്കൽ ഫാർമസിസ്റ്റുകൾ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫാർമസി, ഫാംഡി എന്നറിയപ്പെടുന്ന ഡോക്ടർമാരുടെ സേവനം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചില സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമാണ് എങ്കിലും ഗവൺമെന്റ് ആശുപത്രികളിൽ അത് ലഭ്യമാകുവാൻ നമ്മൾ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് PSC വഴി അവർക്ക് നിയമനം കൊടുക്കുവാൻ, സർക്കാർ ആശുപത്രികളിൽ നിയമനം കൊടുക്കുവാനുമായിട്ടുള്ള സൌകര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. അതിനെക്കുറിച്ച് ഗൌരവമായിട്ട് സർക്കാർ പരിഗണിക്കണം. അത് പരിഗണിച്ച് ഇന്ന് നിലവിൽ നിൽക്കുന്ന ഒരു ഉൽപ്പന്ന കേന്ദ്രീകൃതമായ ഒരു സിസ്റ്റത്തിൽ നിന്നും രോഗി കേന്ദ്രീകൃതമായ ഒരു മരുന്ന് സംസ്കാരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖലയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൌരവമായിട്ട് ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ, നമ്മുടെ